ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫിയോണാസ് വേൾഡ്. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ കമൻറ്റുകളൊക്കെ രേഖപ്പെടുത്തണം, നെഗറ്റീവും പോസിറ്റീവ്സും ഒക്കെ പറയണം കേട്ടോ. അപ്പോൾ ഇന്നൊരു ഈവനിങ് വ്ളോഗാണേ. ഞാനും സന്തും കൂടെ കൂടിയിട്ട് ഇന്ന് ലല്ലുവിനെയും അന്നൂസിനെയും വിളിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണേ. ഇന്ന് ഞങ്ങൾ ഒന്നിച്ചാണ് പോകുന്നത്. സന്തുവിന് ഉച്ച വരെ പണിയുണ്ടായിരുന്നുള്ളൂ. ഉച്ച കഴിഞ്ഞപ്പോൾ സന്തു വന്നായിരുന്നു. നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ, നല്ല കാലാവസ്ഥയായിരുന്നു ഗൈസ്. ഇന്ന് സൂര്യൻ ചേട്ടൻ ഇങ്ങനെ കത്തി ചിരിച്ച് തിമിർത്ത് നിൽക്കുകയായിരുന്നു. അടിപൊളിയായിരുന്നു ഇന്നത്തെ ദിവസം. അപ്പം ഞങ്ങളിങ്ങനെ ഇത് ബുദ്ധ ജംഗ്ഷനിൽ നിന്ന് ടേൺ ലെഫ്റ്റ് അങ്ങോട്ട് കയറി പോകുന്നിടത്താണ് അനൂസിൻ്റെ അംഗനവാടി. ഇതാണ് എല്ലാവരും പറയുന്നത് അങ്ങോട്ടേക്ക് പോകാനുള്ള എളുപ്പ വഴി ഇതാണെന്ന്. പക്ഷേ ഞാൻ തിരക്കില്ലാത്തത് കൊണ്ടാണ് ആ മറുവശത്തോടുകൂടി പോകുന്നത്, പോക്കറ്റ് റോഡിൽ കൂടെ. അപ്പോൾ എന്നെ കണ്ട പാടെ ബഹുമാനം കൊണ്ടൊന്നുമല്ല ചേച്ചി എഴുന്നേറ്റ് നിൽക്കുന്നത്. ചേച്ചി ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോൾ ഒന്ന് റെഡി ആയിരുന്നത് മാത്രമാണ്. ഋതുക്കുട്ടനുണ്ട്, ഋതുക്കുട്ടൻ്റെ ആൻറ്റിയുണ്ട്. ഇതാണ് ഋതുക്കുട്ടൻ്റെ പുലിയെ. ഈ പുലിയാണെന്നാണ് ഋതുക്കുട്ടൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഷൈൻ ടീച്ചർ അവിടെ ഉണ്ടായിരുന്നു, അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പോരാനിറങ്ങി. അപ്പോൾ ഇന്ന് സന്തുവിനെ കണ്ടപ്പോൾ വലിയ സന്തോഷത്തോടുകൂടി അന്നൂസ് ഓടി വന്നതാണേ. പക്ഷേ സന്തു ഏതോ ഒരു കോള് വന്നതിൻ്റെ ഹാങ് ഓവറിൽ ഇങ്ങനെ മുഖം ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ്, കണ്ണൊക്കെ തെള്ളുന്നുണ്ട്. എന്താണാവോ ആ കോള് ചെയ്ത ആൾ പറഞ്ഞതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇത്രമാത്രം ഭാവത്തിൽ മാറ്റം വന്നിരിക്കാൻ. അപ്പം ഞങ്ങളിങ്ങനെ വണ്ടിയിൽ കയറി അന്നൂസും ഞാനും സന്തും കൂടെ. ഇനി നമ്മൾ അവിടുന്ന് നേരെ ലല്ലുവിൻ്റെ സ്കൂളിലേക്ക് പോവുകയാണേ. ഇതെല്ലാം ഈ പരിധിക്കകത്ത് തന്നെ ഉള്ളതാണ്. ഈ ചുറ്റുപാട് അടുത്തൊക്കെ തന്നെയാണ് സ്കൂളുകളെല്ലാം. അപ്പോൾ ഈ മാവേലിക്കരയിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ ഇവിടെ ഒരുപാട് പോക്കറ്റ് റോഡുകളുണ്ട്, ഊടുവഴികൾ. ഏതുവഴി വേണമെങ്കിലും നമുക്ക് സഞ്ചരിക്കാം. ഇത് താജ് ടീച്ചർ ലല്ലൂസിൻ്റെ ടീച്ചർ ആയിരുന്നു. അവളെ LKG-യിലും UKG-യിലും ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. താജ് ടീച്ചറിനോട് കുറച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ലല്ലുവിൻ്റെ സ്കൂളിലെത്തിയിട്ടുണ്ട്. ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ മാവേലിക്കര. അപ്പോൾ ഇതാണ് ലല്ലു പഠിക്കുന്ന സ്കൂള്. ഇവിടെ ഹയർ സെക്കൻഡറി വരെയുണ്ട്. 5ാം ക്ലാസ് മുതലാണ് ഇവിടെ തുടങ്ങുന്നത്. ലല്ലുവിൻ്റെ ക്ലാസ് താഴെയാണേ. അങ്ങനെ ബെല്ലടിച്ച് ദേശീയഗാനമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിന് കൂട് വിട്ട് പറക്കുന്ന കിളികളെ പോലെ ഓരോ കിളികളിങ്ങനെ കൊച്ചു പിള്ളേരല്ല, മുതിർന്ന കുട്ടികളാണ് ഇവർ. അവരൊക്കെ ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ടേ. അപ്പം ഒരു ട്രെയിൻ വരുന്ന മാതിരി ഇങ്ങനെ വരുന്നുണ്ടല്ലോ, ട്രെയിൻ പോലെ. അതാണ് എൻ്റെ പൊന്നുമോളുടെ കൂട്ട്. അവരൊരു ഗ്യാങ് ആണ് ഗൈസ്. ഞങ്ങൾ നിൽക്കുന്ന കണ്ടില്ല, അന്നൂസ് ഓടി ചെല്ലുന്ന കണ്ടപ്പോഴാണ് കണ്ടത്. അവരത്രയും പേര് ഭയങ്കര കൂട്ടാണ്. കുറേ വർഷങ്ങളായിട്ട് അവർ LP തൊട്ട് തുടങ്ങിയ കമ്പനിയാണ് അവരെല്ലാവരും. ഇത് എൻ്റെ മുൻപുള്ള ഞാൻ പഠിപ്പിച്ചിട്ടുള്ള കുട്ടികളാണ് ഇവർ. ഇതാണ് ലല്ലുവിൻ്റെ കമ്പനിക്കാർ, ലല്ലുവിൻ്റെ കൂട്ടുകാർ. ശ്രീനന്ദ, വേദ, ദക്ഷിണ, ലല്ലു. അപ്പോൾ ഒരാൾ കൂടി മിസ്സിങ് ആണ് അതിനകത്ത്, ആരാധ്യ. ഞാനിങ്ങനെ ചോദിച്ചിരിക്കുമായിരുന്നു, എന്ത് ചെയ്യുക ആരാധ്യ എന്ത്. അപ്പോൾ ഇപ്പോൾ വരുമോ എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ പിന്നെ ദാ വരുന്ന കണ്ടില്ലയോ, ഇത് ഞാൻ പഠിപ്പിച്ചിട്ടുള്ള ആനന്ദിത ഓടി വരുവാ, ടീച്ചറേന്നും പറഞ്ഞ് ഓടി വരുവാണ്. ഇത് അമ്മുക്കുട്ടി. ഇതെല്ലാം നമ്മുടെ സബ്സ്ക്രൈബേഴ്സാണേ. അപ്പം ഇന്ന് ഞാൻ പറഞ്ഞു ഇന്ന് വീഡിയോസിൽ ഉണ്ടാവും എന്ന് പറഞ്ഞപ്പോഴത്തേന് ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് പോവാം. നമ്മുടെ കുഞ്ഞുങ്ങളാണ്. അതിഥി, സാന്ദ്ര. ഇവരിത്രയും പേരെയാണ് ഞാൻ പഠിപ്പിച്ചിട്ടുള്ളത്. അനുശ്രീ, സാന്ദ്ര, അനുഷ്ക, അതിഥി. അങ്ങനെ എല്ലാവരും കൂടെ എന്നോട് വിശേഷങ്ങളൊക്കെ ചോദിക്കുകയാണ്. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഈ ഇതാണ് നമ്മുടെ ആരാധ്യ. ഈ കുഞ്ഞുങ്ങളൊക്കെ നമ്മളെ കാണുമ്പം കാണിക്കുന്ന ആ ഒരു സന്തോഷം, അവരുടെയൊക്കെ മനസ്സ് നിഷ്കളങ്കമായതുകൊണ്ടല്ലയോ അങ്ങനെ ഉള്ളിലൊന്നുമില്ലാതെ നമ്മളോട് ചിരിക്കാനും അല്ലെ നമ്മളോട് സ്നേഹമായിട്ട് ഇടപഴകാനും ഒക്കെ പറ്റുന്നത്. അങ്ങനെ ഇത് അമ്മൂസിനെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് അറിയാവുന്നതാണ്. അമ്മൂസ് ഇപ്പം 10th-ലാണ്. ശ്രദ്ധ, എല്ലാവരും ഉണ്ട്. അങ്ങനെ എല്ലാവരും അന്നൂസിൻ്റെ കൂടെ കളിക്കുകയൊക്കെ ചെയ്യുക. അന്നൂസിനെ ഇവർക്കെല്ലാം നേരത്തെ അറിയാം. അന്നൂസ് എൻ്റെ കൂടെ സ്കൂളിലൊക്കെ വന്ന് ഇരുന്ന് അന്നൂസിന് അവരെല്ലാം പരിചയമുണ്ട്. അപ്പോൾ ദൈവാനുഗ്രഹം കൊണ്ട് 2 വർഷം എനിക്ക് LP സ്കൂളിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യാൻ ദൈവം സഹായിച്ചിരുന്നു. അപ്പോൾ അന്നായിരുന്നു ഈ കുട്ടികളെയൊക്കെ ഞാൻ പഠിപ്പിച്ചിരുന്നത്. ഇവർ ഇത്രയും പേരാണ് ഒരു കൂട്ട്. എല്ലാവരും ഉണ്ട് കണ്ടോ, ഇവരിത്രയും പേര്. അത് നമ്മുടെ മോഹനൻ ചേട്ടൻ, സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ചേട്ടനാണ്. ചേട്ടനെ കണ്ട് ഞങ്ങളിങ്ങനെ കാര്യമൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണേ. അപ്പം ഈ മാവേലിക്കര എന്ന് പറയുന്നത് ഒരുപാട് നൊസ്റ്റാൾജിയ ഉള്ളൊരു ഗ്രാമപ്രദേശമാണ്. നിങ്ങൾ ഓണാട്ടുകര എന്ന് കേട്ടിട്ടുണ്ടോ? അപ്പം ആ ഒരു ഓണാട്ടുകര എന്ന് പറയുന്ന ആ ഒരു പേരിൽ തന്നെയുണ്ട് ഈ ഗ്രാമത്തിൻ്റെ ഗ്രാമീണ ഭംഗി, അല്ലയോ? പറഞ്ഞാലൊന്നും തീരില്ല. എൻ്റെ അറിവിൽ ഞാനും ഒരുപാട് കൗതുകത്തോടെയും ഒരുപാട് അതിശയത്തോടെയും നോക്കി കാണുന്ന ഒരുപാട് കാഴ്ചകളുള്ള ഒരു മനോഹരമായ സ്ഥലമാണ് മാവേലിക്കര എന്ന് പറയുന്നത്. കണ്ടോ, ആല് നിൽക്കുന്ന കണ്ടോ, അടിപൊളി അല്ലേ? അപ്പം നമ്മൾ വീട്ടിലേക്ക് പോരുന്ന വഴി പുതിയ കാവിൽ വന്നിട്ട് നമ്മൾ കുറച്ച് എണ്ണ പലഹാരമൊക്കെ വാങ്ങിച്ച് വീട്ടിലേക്ക് പോവാണ്.
പോവുകയാണ് തിരിച്ച്. അങ്ങനെ വീട്ടിലേക്ക് മടങ്ങുന്ന വഴിയാണ് ഗൈസ് ഇത്. അനൂസിൻ്റെ ചിരി കണ്ടോ? അനൂസ് നമ്മൾ ഒന്നിച്ച് കുഞ്ഞുങ്ങളെ വിളിക്കാനും കൊണ്ടുപോകാനും ഒക്കെ ചെല്ലുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. എൻ്റെ കുട്ടിക്കാലത്തും എനിക്ക് അങ്ങനെയൊക്കെ സന്തോഷം ഉണ്ടായിരുന്നു. ഇത് ഇവർക്ക് അങ്ങനെ വലിയ സന്തോഷമായിരിക്കും എപ്പോഴും അവർക്ക്. പപ്പയും അമ്മയും ഒന്നിച്ച് വലിയ കൂട്ടുകാരൊക്കെ എടുത്തൊക്കെ വലിയ ഗമയോടൊക്കെ നിൽക്കാൻ പറ്റും. പിന്നെ ഇവരുടെ എല്ലാം കൂട്ടുകാരും ഒക്കെ ആയിട്ട് നമ്മളും നല്ല ജോളി ആയതുകൊണ്ട് എല്ലാവരുമായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ മാത്രമല്ല നമ്മൾ കെയർ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. വീട്ടിലെത്തി നമ്മുടെ വീട് കണ്ടോ, ആരുമില്ലാതെ പൂട്ടിയിട്ടിരിക്കുന്നത് കണ്ടില്ലേ ഗൈസ്. ഇപ്പം നമ്മൾ തുറന്ന് ഉള്ളിലേക്ക് പ്രവേശിക്കും. അങ്ങനെ ലല്ലു വന്ന് കഥയൊക്കെ തുറന്നു അകത്തേക്ക് ഞങ്ങൾ കയറുകയാണ്. സന്തു വലത് കാല് വെച്ച് കയറി ഗൈസ്. പിന്നെ വന്നുടനെ തന്നെ അനൂസ് എന്നും വരുന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യുന്നത് കുളിക്കുകയാണ്. ഇന്ന് കണ്ടതേ പപ്പ ഉള്ളതുകൊണ്ട് പപ്പയുടെ മണ്ടയ്ക്ക് കയറി ഇങ്ങനെ ഇരിക്കുക. അപ്പം ഞാനിങ്ങനെ വഴക്ക് പറയുന്നുണ്ട്, അനൂസെ നീ എന്നും ഇങ്ങനെയാണോ ചെയ്യുന്നത്? നീ എന്നും വന്നിട്ട് കുളിച്ചിട്ട് കഴിക്കുമല്ലേ ചെയ്യുന്നത്, നീ പിന്നെ എന്താ ഇന്നിങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് പിടിച്ച് വലിച്ച് അനൂസിനെ ഞാൻ കുളിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോവാണ് ഗൈസ്. ഇതാണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളത്. സന്തു ഉള്ളപ്പോഴേക്കേ ഉള്ളൂ ഇങ്ങനെയൊക്കെ, കാരണം കടയിൽ നിന്ന് പോയി വാങ്ങണ്ടായോ. അപ്പം നമ്മൾ ചായയൊക്കെ ഇട്ട് കുടിച്ച് ഞങ്ങൾ 4 പേരും കൂടെ അവിടെ ഇരുന്ന് കുറേ സമയം ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്നു. അങ്ങനെ പിന്നെ ലല്ലു കുളിച്ചിട്ട് വന്നപ്പോൾ ലല്ലുവിന് ഞാൻ ആദ്യം തന്നെ എന്നത്തെയും പോലെ ചോറാണ് എടുത്തിട്ടുള്ളത്. ചോറും പരിപ്പ് കറിയും മീനൊക്കെ ഉണ്ട്. പിന്നെ മീനൊന്നും എൻ്റെ മോള് കൂട്ടത്തില്ല, അവൾ ഭയങ്കര വെജ്ജാണ്. അതുകൊണ്ട് അവൾക്ക് മീനൊന്നും വേണ്ട. സന്തുവാണെങ്കിൽ ആ ചൂടുള്ള ഗ്ലാസ് ഇങ്ങനെ നെറ്റിയിൽ വെക്കുക, സൈനസൈറ്റിസിൻ്റെ പ്രശ്നമുണ്ട്. അപ്പം ഇങ്ങനെ തലവേദനയ്ക്ക് ഇങ്ങനെ വെക്കുകയാണ്. ലല്ലുവിൻ്റെ വായിലേക്ക് ഞാനിങ്ങനെ കുത്തി ഇറക്കി വെക്കുന്നുണ്ട്. ഞാനിങ്ങനെ വാ നിറച്ച് തിക്കായിട്ട് ആഹാരം കൊടുക്കാറുള്ളൂ, ഇത്തിരി ഗ്യാപ്പ് പോലും ഇല്ലാതെ. ഇങ്ങനെ ഞങ്ങൾ 4 പേരുടെ സിനിമയൊക്കെ കണ്ടു ഇങ്ങനെ ഹാപ്പി ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. സിനിമയും കണ്ട് ഞങ്ങൾ 4 പേരോട് കൂടി ഇരിക്കുന്നുണ്ട്. ഭയങ്കര സന്തോഷമാണ് ഗൈസ്. എല്ലാ കുടുംബങ്ങളിലും അങ്ങനെയൊക്കെ ആയിരിക്കാം. വഴക്കൊന്നും ഇല്ലാന്നല്ല, വഴക്കൊക്കെ ഉണ്ട്. ദൈവാനുഗ്രഹത്താൽ നന്നായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നു. അപ്പം ഇനിയിപ്പം ലല്ലു തുണി എടുക്കാൻ കയറുവാണേ. തുണി എടുക്കാൻ കയറുന്നത് അത് ടെക്സ്റ്റൈൽ ഷോപ്പൊന്നുമല്ല, നമ്മൾ തുണി അവിടെ വിരിച്ചിട്ടിട്ടുണ്ട്. നല്ല വെയിലുള്ളപ്പോൾ ഞാൻ വീടിൻ്റെ മുകളിൽ കൊണ്ടുവന്ന് തറയിലേക്ക് വിരിക്കും. അപ്പോൾ അവിടെ കിടമ്പോൾ കുറച്ച് സമയം കൊണ്ട് അത് പെട്ടെന്ന് അങ്ങ് ഉണങ്ങി കിട്ടും. അങ്ങനെ ലല്ലു മുകളിൽ കയറിയിട്ട് താഴോട്ട് നോക്കി വീഡിയോ എടുക്കുകയാണ്. ഞാനും അനൂസും കൂടെ താഴെ നിന്ന് തൂക്കുകയാണ്. അവിടെങ്ങും ഒന്നുമില്ല, പിന്നെ ഓരോരോ ആചാരങ്ങൾ രാവിലെയും വൈകിട്ടും തൂക്കുക എന്നുള്ളത് അത് അങ്ങനെ ചെയ്തു വന്നതുകൊണ്ട് അത് നിർബന്ധമാണ്. അങ്ങനെ ലല്ലു അവിടെ നിന്നുകൊണ്ട് ഇങ്ങനെ വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്തു. താഴെ ഞാൻ വന്നിട്ട് തീ ഇടുന്നുണ്ട്. നിങ്ങൾ ഓർക്കും എന്തിനാ ഈ അയ്യത്തൊക്കെ വന്ന് കിടന്ന് തൂക്കുന്നത്, അവിടെയൊക്കെ പോച്ചയില്ല, അതൊക്കെ പറിച്ചുകൂടായോ എന്ന്. അത് ഈ 2-3 ദിവസം കൊണ്ട് വളർന്നതാണ്. ഈ മഴ ആയപ്പോഴത്തേക്കിന് വളർന്നു തുടങ്ങിയ പോച്ചയാണ് അതൊക്കെ പറിക്കണം. ഇങ്ങനെ ഇവിടെയൊക്കെ നമ്മളെപ്പോഴും കയറി ഇറങ്ങുന്നതുകൊണ്ട് അവിടെയൊക്കെ നന്നായിട്ട് തൂത്തിടാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. നന്നായിട്ട് തന്നെ തൂത്ത് വാരിയിടും. എപ്പോഴും കുഞ്ഞുങ്ങളൊക്കെ ഇറങ്ങുന്നതല്ലയോ. അപ്പം ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ജീവിതം. ദൈവാനുഗ്രഹത്താൽ നന്നായിട്ട് തന്നെ പോകാൻ ദൈവം ഞങ്ങളെ ഇടയാക്കുന്നുണ്ട്. അപ്പോൾ അതാ നോക്കിക്കേ, തുണി വറക്കുക അവൾ മേളിൽ നിന്ന് ഇങ്ങനെ തുണി വറക്കുക, ഓരോരോ തുണി. പിന്നെ ഇത് ഞങ്ങളുടെ ഒരു ഗെയിമാണ് ഗൈസ്. ഗെയിം കണ്ടില്ലേ, ഒരു തുണി ഇങ്ങനെ താഴോട്ടിറങ്ങുമ്പോൾ അത് ആര് പിടിക്കുന്നു, അങ്ങനെയൊക്കെ ഞങ്ങൾ വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ കളിക്കാറുണ്ട്. ഇത് ഞാൻ അങ്ങനെ ലല്ലു ഔട്ടായി. അപ്പോൾ ദാദാ സൂര്യൻ കത്തി നിൽക്കുന്ന കണ്ടില്ലയോ. 5 മണി കഴിഞ്ഞപ്പോൾ സൂര്യൻ ഇങ്ങനെ കത്തി ജ്വലിച്ച് നിൽക്കുകയാണ് ഗൈസ്. അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.